Hi, hello, welcome to Nisha's Online Academy. So, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാണ്. നമ്മൾ കമ്പോണൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിബെഞ്ചേഴ്സ് ആണ് ആദ്യം എടുത്തത്. രണ്ട് തരം ഡിബെഞ്ചേഴ്സ് ഉണ്ടായിരുന്നു, റെഡീമബിളും ഇറെഡീമബിളും. ഇന്ന് അത് വിട്ടു നമ്മൾ പ്രിഫറൻസ് ഷെയർസിന്റെ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസും ഉണ്ട്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസും ഉണ്ട്. അതായത് ഇറെഡീമബിൾ എന്ന് പറഞ്ഞാൽ വൈൻഡിങ് അപ്പ് സമയത്ത് മാത്രമേ പൈസ മടക്കി കൊടുക്കുള്ളൂ. ഈ റെഡീമബിൾ ആണെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ടാവും, അത്രയും വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പൈസ മടക്കി കൊടുക്കും. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിനെ കുറിച്ചാണ്. ഓക്കെ, ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിന്റെ ഫോർമുല കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഈസ് ഈക്വൽ ടു എന്താ? കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, cost of preference shares is equal to KP is equal to D divided by NP into 100. Into 100 ഞാൻ അവിടെ എഴുതിയിട്ടില്ല, പക്ഷെ ആൻസറിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ into 100 ചെയ്തു കഴിഞ്ഞാൽ ആൻസർ പെർസെൻറ്റേജിൽ കാണാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നെറ്റ് പ്രൊസീഡ്സ് ഉള്ള ഇഷ്യൂസിന്റെ പ്രീമിയം ഉണ്ട്, ഡിസ്കൗണ്ട് ഉണ്ട്, ഫ്ലോട്ടേഷൻ കോസ്റ്റ് വെച്ചിട്ടുള്ളതൊക്കെ സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഫോർമുല ബൈ ഹാർട്ട് ആയില്ലേ? കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ഡി ഡിവൈഡഡ് ബൈ എൻ പി. നമ്മൾ ഡിബെഞ്ചേഴ്സ് ആവുമ്പോൾ എന്തായിരുന്നു? ഐ ഡിവൈഡഡ് ബൈ എൻ പി ചെയ്തിരുന്നു ബിഫോർ ടാക്സ് ആണെങ്കിൽ. സോ ഇവിടെ ഐ അല്ല, ഇൻട്രസ്റ്റ് അല്ല, ഇവിടെ ഡി ആണ്, ഡിവിഡൻഡ് ആണ് നമ്മൾ ഉപയോഗിക്കുക. സോ ഫോർമുലയിൽ ചെറിയൊരു ചേഞ്ചേ ഉള്ളൂ. പിന്നെ ബിഫോർ ടാക്സ് മാത്രം ഇതിലെടുത്താൽ മതി, ടാക്സിന്റെ പ്രശ്നമേ വരുന്നില്ല. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, നോ ടാക്സ് അഡ്ജസ്റ്റ്മെന്റ് ബിക്കോസ് പ്രിഫറൻസ് ഷെയർസ് ഈസ് പെയ്ഡ് ആഫ്റ്റർ ടാക്സ്. അപ്പോൾ ടാക്സിനെ ഒരു തരത്തിലും പ്രിഫറൻസ് ഷെയർസിന്റെയും ഇക്വിറ്റി ഷെയർസിന്റെയും കോസ്റ്റിനെ ബാധിക്കില്ല. ഡിബെഞ്ചേഴ്സിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, 1 - T ഫോർമുലയിൽ എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യാം. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഡി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. എ കമ്പനി ഇഷ്യൂസ് 1,12% irredeemable preference shares of 100 each at par. ഫ്ലോട്ടേഷൻ കോസ്റ്റ് 5%. അപ്പൊ നമ്മളോട് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് കാണാൻ പറഞ്ഞു. അപ്പൊ ഓക്കെ, ഫോർമുല എഴുതി, ഡി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. അപ്പൊ നമ്മൾ ഈ 1 lakh ഡിവിഡൻഡ് അല്ലേ, ഈ 1 lakhന്റെ 12% എടുത്ത് വലിയൊരു ഫിഗർ കാണുന്നേക്കാട്ടിലും കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് ഫേസ് വാല്യൂ തന്നിട്ടുണ്ടല്ലോ, 100 rupees അല്ലേ. അപ്പൊ 100 rupeesന്റെ 12% ആയിരിക്കില്ലേ ഡിവിഡൻഡ്. അപ്പൊ ഇതാ ഡിവിഡൻഡ് ഇവിടെ കണ്ടു, 100ന്റെ 12% കണ്ടു, 12 രൂപ. അപ്പൊ ന്യൂമറേറ്ററിലേക്കുള്ള വാല്യൂ കിട്ടി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇനി നമുക്ക് കിട്ടാനുള്ളത് ഏതാണ്? നെറ്റ് പ്രൊസീഡ്സ് ആണ്. വായിച്ചു നോക്കൂ. കമ്പനി ഇഷ്യൂസ് 1,12% redeemable preference shares of 100 each at par. പാറിലാണ്, പ്രീമിയം ഡിസ്കൗണ്ട് ഒന്നുമില്ല. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട് എത്ര? 5%. അപ്പൊ 100 രൂപയുടെ 5% ഫ്ലോട്ടേഷൻ കോസ്റ്റ് മൈനസ് ചെയ്യണം. ഓക്കെ, അത് മൈനസ് ചെയ്തപ്പോ 95 ഫോർമുലയിൽ ഇട്ടു, ആൻസറും കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? 12 ഡിവൈഡഡ് ബൈ 95 ഇൻറ്റു 100 ചെയ്യുമ്പോൾ ആൻസർ 12.63 എന്ന് കിട്ടും. അപ്പൊ പ്രോബ്ലത്തിൽ നമ്മൾ ഈ 1 lakhനെ തൊട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? എന്തുകൊണ്ട് 1 lakhനെ തൊടാഞ്ഞത്? പ്രോബ്ലം കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാം. ഫേസ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഫേസ് വാല്യൂവിന്റെ മുകളിൽ ഫിഗർ ഒക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും, സീറോസ് ഒന്നും അധികം ഉപയോഗിക്കാതെ തന്നെ കാണാൻ പറ്റും. ഇനി അടുത്തത്, എ കമ്പനി ഇഷ്യൂസ് 10% irredeemable preference shares of 100 each at a premium of 10%. ഫ്ലോട്ടേഷൻ കോസ്റ്റ് 5%. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫോർമുല എഴുതണം അല്ലെ, കെ പി ഇസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. അങ്ങനെയല്ലേ? ഓക്കെ, അപ്പോ നമ്മൾ എടുക്കുന്നു, ഫോർമുല എടുത്തു. നമ്മൾ ഫോർമുലയിൽ നമ്മൾ ഇനി കൊണ്ടുപോയിട്ട് ആ വാല്യൂസ് നമ്മൾ അതിലേക്ക് കൊണ്ടുപോയിട്ട് ഇടണം അല്ലേ? അപ്പൊ നോക്കാം, ഡി എന്താ? ഇഷ്യൂ പ്രൈസ് ഇവിടെ തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട്. ഇഷ്യൂ പ്രൈസ് 100, ഫേസ് വാല്യൂ എത്രയാ? 100 ആണ് അല്ലേ? ഓക്കെ, അപ്പോ 100ന്റെ എത്ര പെർസെൻറ്റേജാ കമ്പനി കൊടുക്കുക? 10%. ഫേസ് വാല്യൂ 100 ആണ്, ഡിവിഡൻഡ് 10% ആണ്. അപ്പൊ 100ന്റെ 10% അല്ലേ ഡി? ദാ ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു 100ന്റെ 10% 10. ന്യൂമറേറ്റർ കിട്ടിക്കഴിഞ്ഞു. ഇനി ഡിനോമിനേറ്റർ ആണ് അല്ലെ. ഡിനോമിനേറ്ററിലെ നെറ്റ് പ്രൊസീഡ്സ് കാണണം. പാറിലാണല്ലോ ഇഷ്യൂ, അല്ല പ്രീമിയത്തിലാണ്, ഫ്ലോട്ടേഷൻ കോസ്റ്റും ഉണ്ട്. അപ്പൊ 100 രൂപയുടെ ഷെയർ 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ. അപ്പൊ 110 രൂപയായില്ലേ? 100ന്റെ കൂടെ 100ന്റെ 10%, 10 രൂപ 100. ഈ 110 രൂപയ്ക്ക് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്.
അപ്പൊ 110 രൂപയുടെ ഫ്ലോട്ടേഷൻ കോസ്റ്റിന്റെ 5% കണ്ടു 5.5. അപ്പൊ മൊത്തം ഇഷ്യൂ എത്രയാ? 110 രൂപയെന്ന് 5.5 ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറച്ചാൽ നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ് എത്രയാ? 104.5 എന്നല്ലേ വന്നത്? അപ്പൊ 104.5 ആണ് നമ്മുടെ ഡിനോമിനേറ്റർ. അപ്പൊ 10 ഡിവൈഡഡ് ബൈ 104.5 ഇൻറ്റു 100 ചെയ്താൽ ഏത് കിട്ടും? കോസ്റ്റ് ഓഫ് ഇർറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഫോർമുല മറക്കരുത്, ഡി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. ഡിവിഡൻഡ് ഫേസ് വാല്യൂവിന്റെ മുകളിൽ പെർസെൻറ്റേജ് ഇടുക. എൻ പി കാണണമെങ്കിൽ ഫേസ് വാല്യൂവിന്റെ കൂടെ പ്രീമിയം ആണെങ്കിൽ ആഡ് ചെയ്യുക, ഡിസ്കൗണ്ട് ആണെങ്കിൽ മൈനസ് ചെയ്യുക. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യുകയും മൈനസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഉത്തരത്തിന്റെ പെർസെൻറ്റേജ് ആയിരിക്കാം ചിലപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. അത് കണ്ട് അത് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, ഇനി ഇഷ്യൂടെ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യുമ്പോൾ പ്രോബ്ലം എങ്ങനെയാ ചെയ്യുക? നമുക്ക് നോക്കാം. ഫോർമുല എന്താ? കെ പി ഇസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100 അല്ലെ? ഡി എങ്ങനെയാ കാണുക? ദാ എത്ര രൂപയുടെ ഷെയറാ? 100 റുപ്പീസിന്റെ ഷെയർ ആണ് അല്ലെ? എത്ര പെർസെൻറ്റേജ് ആ പ്രീമിയം? അല്ല പ്രീമിയം അല്ല, സോറി, ഡിവിഡൻഡ് 15%. അപ്പൊ 100ന്റെ 15% ഡിവിഡൻഡ് കിട്ടിയല്ലോ, ന്യൂമറേറ്റർ കിട്ടിയല്ലോ. ഓക്കെ, ഇനി നെറ്റ് പ്രൊസീഡ്സ് ആണ് കിട്ടേണ്ടത്. നെറ്റ് പ്രൊസീഡ്സിന് ആദ്യം എത്രയൊക്കെയാ ഇഷ്യൂ എന്ന് നോക്കുക. ഡിസ്കൗണ്ടിലാണല്ലേ 10%. അപ്പൊ 100ന്ന് 10% ഡിസ്കൗണ്ട് പോയി. അപ്പൊ എത്ര രൂപയായി? 90 റുപ്പീസ് ആയില്ലേ? ആ 90 റുപ്പീസിന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൊടുക്കണ്ടേ? അടുത്ത വരിയിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് കണ്ടുപിടിച്ചു, 90 റുപ്പീസിന്റെ 5%. അപ്പൊ 4.5. പൊതുവെ പറഞ്ഞാൽ എത്ര രൂപയപ്പ കളക്ഷൻ? 90 റുപ്പീസിന് 4.5 ഫ്ലോട്ടേഷൻ കോസ്റ്റ് പോയി കഴിഞ്ഞപ്പോൾ 85.5 ഉള്ളൂ നെറ്റ് പ്രൊസീഡ്സ്. അപ്പൊ ഫോർമുലയിൽ ഇടാം 15 ഡിവൈഡഡ് ബൈ 85.5 ഇൻറ്റു 100 ചെയ്താൽ 17.54% എന്ന് പറഞ്ഞിട്ടാണ് ആൻസർ കിട്ടുക. ക്ലിയർ ആണോ? വളരെ എളുപ്പമാണ്. പെട്ടെന്ന് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷോർട്ടൻ ചെയ്തു. കാരണം എന്താ? എളുപ്പമായിട്ടുള്ള ഒരു ഫോർമുലയാണ് അല്ലെ? ഡി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതിലിട്ടുണ്ട്. ഇതൊന്ന് ചെയ്തു നോക്കണം. ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാം. ഇപ്പൊ ഞാനൊന്ന് ഓവറോൾ പറയാം. എ കമ്പനി ഇഷ്യൂസ് 14% ഇർറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓഫ് 100 each അറ്റ് പാർ. ഫ്ലോട്ടേഷൻ കോസ്റ്റ് 4%. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് അപ്പൊ ഫോർമുല എന്താ? ഞാൻ ചെയ്യണില്ല, നിങ്ങളാണ് ചെയ്ത് നോക്കേണ്ടത്. ഞാൻ പക്ഷെ പറഞ്ഞു തരാം. ഡി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100 അല്ലെ? ഡി എന്താ? ഡിവിഡൻഡ് ആണ്. ഫേസ് വാല്യൂ എത്രയാ? 100 അല്ലേ? 100ന്റെ എത്ര പെർസെൻറ്റേജ് ആ ഡിവിഡൻഡ്? 14% കാണുക. അപ്പൊ എന്ത് കിട്ടും? ഡിവിഡൻഡ് കിട്ടും. ഇനി നെറ്റ് പ്രൊസീഡ്സ് എങ്ങനെയാ കാണുക? അത് ഇഷ്യൂ നോക്കുക. ഫ്ലോട്ടേഷൻ കോസ്റ്റ് അറ്റ് പാർ ആണ്. 100 രൂപയുടെ പ്രിഫറൻസ് ഷെയർ 100 രൂപയ്ക്കാണ്. പക്ഷെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്. 100ന്റെ 4% 4 രൂപ. അപ്പൊ 100ന്ന് 4 രൂപ കുറയും, 96 റുപ്പീസ് ആവും നെറ്റ് പ്രൊസീഡ്സ്. ഫോർമുലയിലേക്ക് നമ്മൾ ഇടുകയുള്ളൂ അല്ലെ? അപ്പൊ 14 ഡിവൈഡഡ് ബൈ 96 ഇൻറ്റു 100 ചെയ്താൽ കിട്ടും. അടുത്ത്, എ കമ്പനി ഇഷ്യൂസ് 12% ഇർറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഓഫ് 100 each അറ്റ് എ പ്രീമിയം ഓഫ് 8 ഫ്ലോട്ടേഷൻ കോസ്റ്റ് 5%. കാൽക്കുലേറ്റ് ദി കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പൊ എത്ര രൂപയുടെയാ? 100 റുപ്പീസിന്റെ പ്രിഫറൻസ് ഷെയർ ആണ്. ഡിവിഡൻഡ് എത്രയാ? 12% ആണ്. അപ്പൊ 12 രൂപയാണ്. ഇഷ്യൂ പ്രൈസ് എത്രയാ? 100ന്റെ കൂടെ പ്രീമിയം ചേർക്കണം 8%. 100ന്റെ പ്രീമിയം 8% ആവുമ്പോൾ 8 രൂപ. അപ്പൊ 100 + 8 108 ആണ് ഇഷ്യൂ പ്രൈസ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടോ? 5%. ഏതിന്റെ? 108 രൂപയുടെ. 108ന്റെ 5% എടുക്കണം. അപ്പൊ ആ ഫ്ലോട്ടേഷൻ കോസ്റ്റ് അതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർമുലയിൽ കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഇങ്ങനെ ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ആൻസർ അവിടെ ബോൾഡിൽ ഇട്ടിട്ടുണ്ട്. സോ അത്രയേ ഉള്ളൂ പഠിക്കാൻ. ഇർറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിന്റെ ഫോർമുല പഠിക്കുക നന്നായിട്ട്. ഡി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100 എന്നുള്ളതാണ്. അതിൽ ഒരു തരത്തിലും ഏത് നമ്മളെ ബാധിക്കില്ല? ടാക്സ് നമ്മളെ ബാധിക്കില്ല. ബിഫോർ ആയാലും ആഫ്റ്റർ ആയാലും ടാക്സിനെ കുറിച്ച് ഒരു ബോധേഡേ ആവാനില്ല. ഫോർമുല ഒന്നുകൂടി പറയാം. കെ പി ഇസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ എൻ പി ഇൻറ്റു 100. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.